ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പൊ ഇന്ന് നേരെ നമ്മള് കാര്യങ്ങൾക്ക് കടക്കാണ്. അപ്പോഴത്തേക്ക് കോടയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കോടയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പോകുന്നത് 2:30-3 മണിക്കൂറൊക്കെ കോട സ്റ്റാർട്ട് ചെയ്തിട്ടാ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കോട മഞ്ഞിട്ടാ. ഞാൻ അങ്ങനെ കോടമഞ്ഞ് കണ്ടിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനത് കാണാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടുമ്പോൾ വീഡിയോയിൽ മാത്രമാണ്, അതായത് ഗൾഫിലൊക്കെയാണ് ഞാൻ കോടമഞ്ഞ് കണ്ടിട്ടുള്ളത്. അതും അവരുടെ വീഡിയോയിൽ. അതേപോലെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോഴാണ് ഈ കോടമഞ്ഞിന്റെ അവസ്ഥ കാണാറ്. ഇങ്ങനെ ഹൈ റേഞ്ച് ഒക്കെ പോകുമ്പോഴാണ് കോടമഞ്ഞിന്റെ അവസ്ഥ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടാ. ഈ ഇവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കോടമഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് തോന്നി, കോടമഞ്ഞ് താഴ്വരയിൽ അതുപോലെ തോന്നി. അതുപോലെ നമ്മൾ മൂന്നാറിന് പോരുമ്പോഴും വരുമ്പോഴും കാണപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ചെപ്പാറ വെള്ളച്ചാട്ടം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് നേരം അവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കാരണം വരണ റെസ്റ്റ് കാരണം ക്ഷീണം കാരണം ഞങ്ങൾ അതൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് പാർക്കാട് റിസോർട്ട് കണ്ടു. നമ്മുടെ എപ്പോഴും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എപ്പോഴും റീൽസ് കാണുന്ന ഒരു ഇതാണ് റിസോർട്ടാണ് പാർക്കാട് റിസോർട്ട്. അപ്പോൾ രണ്ടു വട്ടം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണുന്നത് പാർക്കാട് റിസോർട്ടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻ റിസോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ചെപ്പാറ വെള്ളച്ചാട്ടം തോന്നുന്നു കേട്ടോ. ചെപ്പാറയാണ് തോന്നുന്നു, എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതേ കഴിഞ്ഞത് ഞങ്ങൾ അങ്കമാലി എത്തിയപ്പോൾ അത്യാവശ്യത്തിന് ബ്ലോക്കൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. ഞങ്ങൾ അങ്കമാലി എത്തിയിട്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് വിജയ് ധാബ എന്ന് പറയുന്ന ഹോട്ടല്. ധാബ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഗൂഗിൾ മാപ്പിൽ റൂട്ട് ഇട്ടിട്ടാണ് പോയത്. നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. കൊരട്ടിയിലാണെന്ന് പറഞ്ഞു. കൊരട്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു 200 മീറ്റർ പോയാൽ എത്തി എന്നാണ് പറഞ്ഞത്. നമുക്ക് ഗൂഗിൾ മാപ്പിൽ വഴി കിട്ടും, വിജയ് ധാബ എന്നിട്ടാൽ മതി. അപ്പൊ ഞങ്ങൾ വിജയ് ധാബയാണ് ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ പോയത് വെറൈറ്റി ധാബയിലേക്കാണ്. ഞങ്ങൾ എപ്പോഴും വെറൈറ്റി ആണല്ലോ ചെയ്യുന്നത് കാരണം. അപ്പതേ നല്ല രീതിയിൽ ഇടി മിന്നലൊക്കെ മിന്നലിന്റെ ലേസർ ഷോ അതിന്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ എന്റെ വീഡിയോ ഞാൻ എടുക്കണ്ട, അതിന്റെ ഇടയിൽ ഇവരുടെ മിന്നലിന്റെ ലേസർ ഷോ കൂടെ എനിക്ക് കിട്ടി. അപ്പൊ ഞങ്ങൾ ഇതേ റോഡ് മാപ്പൊക്കെ ഇട്ട് ഇതെവിടെ എത്തി. വെറൈറ്റി ധാബ വിജയ് ധാബ കുറച്ചങ്ങനെ നീങ്ങിയിട്ടാണ്. വെറൈറ്റി ധാബ ആയാലും കുഴപ്പമില്ല കേട്ടോ. വെറൈറ്റി ധാബ നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റിയൊരു ഹോട്ടലാണ്. നല്ല അടിപൊളി ഫുഡാണ്, അടിപൊളി ഫുഡും കാര്യങ്ങളാണ് കേട്ടോ. നല്ല പഞ്ചാബികളുടെ പോലത്തെയാണ് നമ്മുടെ മലയാളികളെ നടത്തുന്നത് തോന്നുന്നു, പക്ഷെ പഞ്ചാബി സ്റ്റൈലാണ് ധാബ സ്റ്റൈലാണ് ഇപ്പൊ ധാബ. ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് പാർക്ക് ചെയ്തിട്ട്. എന്നിട്ട് മക്കളൊക്കെ ഉറങ്ങാണ്. മക്കൾക്ക് വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങിയിട്ട് 8:30 ആയപ്പോഴേക്കും അവർക്ക് വിശപ്പിന്റെ വിളിയൊക്കെ വന്ന കാരണം ഞങ്ങളത് അവരൊക്കെ എണീപ്പിച്ച് വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കിയിട്ടാ. കാരണം കുട്ടികൾ നല്ല ഉറക്കായിരുന്നു, പിന്നെ വിശക്കണമെന്നും പറഞ്ഞാലാണ്. പിന്നെ അവരൊക്കെ ഇറക്കി ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെറൈറ്റി ധാബയിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ പറഞ്ഞു വീണ്ടും പറയണം, വെറൈറ്റി ധാബ കേട്ടോ. പോണവർ എന്തായാലും ഇവിടുന്ന് വിസിറ്റ് ചെയ്തോളാം. നല്ല ഫുഡും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് തന്നെ ഞാൻ പറയും, അല്ലാതെ നമുക്ക് മറ്റുള്ളവരൊക്കെ ഉള്ളതാവും വേണ്ട. അപ്പൊ അതെ ഇതൊക്കെ കിട്ടി, മെനു കാർഡ് കിട്ടി. വലിയ കാര്യത്തിൽ നോക്കേണ്ട ഒരു കുന്തും പറയില്ല, കാരണം ആകെ പറയാറിയാണത് പൊറോട്ടയും അല്ലെങ്കിൽ ബിരിയാണി. അതിന്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു. ചേട്ടൻ ഞാൻ കൂടി ഉള്ള ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചേട്ടൻ വീട്ടിലേക്ക് വിളിച്ചു പറയണം ഞങ്ങൾ ഇവിടെ എത്തിയുണ്ട്, എത്താറായിരുന്നത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും പനീറാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം, അത് കാരണം ഞാൻ പനീറാണ് പറഞ്ഞത് കേട്ടോ. അതെ ഞങ്ങളുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. പ്ലേറ്റും കാര്യങ്ങളും വന്നു. ചില്ലി ചിക്കൻ വന്നു. ചില്ലി ചിക്കന്റെ മുകളിൽ അതെ സബോള നുറുക്കിയിട്ടത്, പിന്നെ നാരങ്ങ പിഴിഞ്ഞത്, ചാറ്റ് മസാല ആണ് ഉള്ളത് കേട്ടോ. ചാറ്റ് മസാല മോൾക്ക് അതേ പിടിച്ചില്ലേ, മോളുടെ മുഖമൊക്കെ പോയി വേഗം. പക്ഷെ രണ്ടാമത്തോൾക്ക് മൂത്തോൾക്ക് കുഴപ്പമില്ല. മൂത്തോള് വലിയ രീതിയിൽ കഴിച്ചിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇതേ പറഞ്ഞ ഫുഡൊക്കെ വന്നു. ഞങ്ങൾക്ക് ചപ്പാത്തിയും പൊറോട്ടയും, മക്കൾക്ക് നൂഡിൽസ് ആണ് പറഞ്ഞത് കേട്ടോ. അവരാദ്യമായിട്ടാണ് വെറൈറ്റി പിടിച്ചത്. അപ്പൊ എനിക്ക് പനീറൊക്കെ വന്നു. പനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് പനീർ കറി. അതേപോലെ പൊറോട്ടയും അടിപൊളിയാണ്, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. യാത്ര തുടർന്ന് ഞങ്ങളിത് ടോൾ പ്ലാസ എത്താറായപ്പോഴാണ് ഞങ്ങൾക്ക് ദേഷ്യം തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ മഴ ചാറുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു 5 വണ്ടി 10 വണ്ടിയൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിക്കും ടോൾ പ്ലാസ തുറന്നു കൊടുക്കുന്നതാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കാനില്ല. കാരണം എന്താ കണ്ടില്ല, അത്രയധികം ക്യൂ ആണ്, നീണ്ട ഒരു ക്യൂ ആണ് നിൽക്കുന്നത്. നല്ലൊരു ക്യൂ ഉണ്ട്. ഒരു 5 വരിയാണെങ്കിൽ അത് ആ 5 വരിയിൽ ഒരു 50 വണ്ടി വേണ്ടി നിൽക്കണ്ടാവും കേട്ടോ. പക്ഷെ അവരൊന്നും കടത്തി വിടണില്ല. ശരിക്കും അത് കടത്തി വിടുന്നത് നിയമമുള്ളതാണ്. പക്ഷെ നമ്മൾ വല്ല ഇടി ഉണ്ടാക്കിയൊക്കെ ഒരു 2 നാളത്തേക്ക് അത് കടത്തി വിടും, പിന്നെ ഒന്നും കടത്തി വിടില്ല. പിന്നെ പ്രവർത്തനക്ഷമത, അതായത് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനില്ല കേട്ടോ അവരിത്. ഞാൻ കുറ്റം പറയുന്നതല്ല, കാരണം ഇത്രയും വണ്ടികൾ നിൽക്കുമ്പോൾ അവര് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഈ എന്താ പറയാ ഡോർ മറ്റേ വിൻഡോ തുറന്നാൽ തന്നെ നമുക്കറിയാം കീപി കാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ടുകൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ്. എല്ലാവരും അതെന്താ പറയാ, എല്ലാവർക്കും നല്ല ധൃതിയുള്ളവരാണ്. എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് എല്ലാവരും പോകണ്ടാവും, എല്ലാവരും ധൃതി പിടിച്ച് തന്നെ പോകണം. പക്ഷേ ഈ ധൃതി പിടിച്ച് പോകുമ്പോൾ നമ്മൾ എന്താ പറയാ, ഈ ടോൾ പ്ലാസ ശരിക്കും തുറന്നു കൊടുക്കണതാണ്. തിരക്കില്ലാത്ത സമയത്തൊക്കെ ശരിക്കും തുറന്നു കൊടുക്കണതാണ്. കാരണം ഇപ്പൊ വെക്കേഷൻ ടൈം ആയിരുന്നു, നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഞങ്ങളെ പോലെയാണ് മറ്റുള്ള ബസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ കടത്തി വിടുന്നുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ വേഗം കടത്തി വിടുന്നത്. നമ്മുടെ വണ്ടികളിൽ മാത്രമാണ്, പ്രൈവറ്റ് വണ്ടികൾക്ക് മാത്രമാണ് അവർക്ക് ഒരു എന്താ പറയാ ഇങ്ങനെ കടത്തി പിടിച്ചു വെക്കാനുള്ള ഒരു കഴിവുള്ളൂ. അപ്പൊ അതിന്റെ റൊമാൻറ്റിക് പാട്ടൊക്കെ വീഡിയോയില് എന്താ പറയാ മ്യൂസിക് പ്ലെയറില് പാടിയോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ലൈറ്റുകൾ കാണാണ്ട് മഴയുടെ ഒരു മഴ കഴിഞ്ഞൊരു ലക്ഷണം കാണാനുള്ള കാരണം ഞാൻ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു നല്ല മഴയായിരുന്നു.
നല്ല ഇടിയും മഴ ഉണ്ടാവുമെന്ന് വിളിച്ചു പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ കാണാൻ ഇപ്പൊ എന്റെ ചേച്ചി മെസ്സേജ് അയച്ചു വഴി നീ വരുന്നിടത്ത് മഴ ഉണ്ടോ ചോദിച്ചപ്പോ ഞങ്ങൾ കോതമംഗലത്ത് എത്തണമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയില്ലായിരുന്നില്ല. ഞങ്ങൾ ടോൾ പ്ലാസ കഴിഞ്ഞത് പോവാണ് കേട്ടോ. ടോൾ പ്ലാസയുടെ കഴിഞ്ഞത് അവിടുത്തെ തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങള് പോയോണ്ടിരിക്കുക, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ മഴയും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഞങ്ങളെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോൾ പ്ലാസ കഴിഞ്ഞത് ഞങ്ങൾ പോയോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീടത്തറയും ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് എത്താന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയട്ടെ. എന്താ നടത്തറ എത്തിയിട്ട് നടത്തുന്നത് ഞങ്ങളെ കാണുന്നവർക്കറിയാം. ഞാൻ തൃശ്ശൂരാണ്, എന്റെ വീട് തൃശ്ശൂരാണ്. അപ്പൊ അറിയണവർക്കൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടോൾ പ്ലാസയുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിൽ കയറി എന്താണ് നിങ്ങൾ ക്ഷമിക്കാട്ടെ, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു വരണല്ലോ. അപ്പൊ എന്താ പറയാ, ടോൾ പ്ലാസ കഴിഞ്ഞാണ് വിചാരിച്ചത്. വീഡിയോന്റെ ഇടയിൽ വീണ്ടും കയറി വന്നു. വീണ്ടും എടുത്തിയാൽ വയ്യത് കാരണം 2-3 വണ്ടി കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടി ആയിട്ടാ. കാരണം ഞങ്ങളുടെ വണ്ടി കുറച്ച് കല്യാണം കിടന്നായിരുന്നു. ഞാൻ പറഞ്ഞു 19 വണ്ടി ആയിട്ടാണ് ഞങ്ങൾക്ക് കിടക്കാൻ. ഞങ്ങളുടെ കഴിഞ്ഞത് ഞങ്ങളുടെ ഊഴത്തറായത് ഞങ്ങൾ കടന്നു തുടങ്ങിട്ടാ. അപ്പൊ ഞങ്ങളുടെ വണ്ടി തറാകുമ്പോഴേക്കും ഓരോന്ന് പറയാ ഭയങ്കര സ്ലോയിലാണ് അവര് ചെയ്ത് വിടണത്. ടോൾ പ്ലാസ്കാരുടെ ഇടയ്ക്ക് കാണാൻ തല്ലിപ്പൊളിച്ചു അങ്ങനെയാണ്. പക്ഷെ ഈ 50 വണ്ടിയൊക്കെ നിൽക്കുമ്പോ ആൾക്കാർ തല്ലിപ്പൊളിക്കാണ്ടിരിക്കും എങ്ങനെ ചെയ്യാ? കാരണം ആൾക്കാർക്ക് ദേഷ്യം വരില്ലേ? എത്ര നേരം വെയിറ്റ് ചെയ്യണം? അത് കാരണം ചേട്ടനൊക്കെ ഭയങ്കര ദേഷ്യം നിൽക്കണം. ചേട്ടൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നാണ്. ചേട്ടനൊക്കെ ഭയങ്കര ദേഷ്യം വരാണ്. അപ്പൊ ഞങ്ങളുടെ ടോൾ പ്ലാസ കഴിഞ്ഞ് ഞങ്ങളത് വെൽക്കം ടു ടോൾ പ്ലാസ അതൊക്കെ കാണാണ്ട് നല്ല രസമുണ്ട് കാണാണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറി ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ആള് ഇടയിൽ കയറി എന്താ ചെയ്തു. അപ്പൊ ചേട്ടന് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഒന്നാമത് ഈ വണ്ടി ഓടിക്കുന്നതിന്റെ ടെൻഷനുണ്ട്, ദേഷ്യമുണ്ട്, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കലായിട്ട് വരുമല്ലോ. അപ്പൊ ഞങ്ങളുടെ വീടെത്താറായി. കാരണം പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ നേരത്തെ വീടെത്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ രാവിലെ തന്നെ ഒരു ട്രിപ്പ് ഉണ്ട്. കാരണം കോഴിക്കോട് പോകണത് വരാം. അത് കാരണം എനിക്ക് വേഗം വീട്ടിലെത്തണം. ഒരു 9:30 കൂടി ഞങ്ങൾ വീടെത്തി. ഞങ്ങൾ മണ്ണുത്തി എത്തി. അവസാനം മണ്ണുത്തി എത്തി. അപ്പൊ ഇനി കുറച്ചും കൂടി ദൂരമുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയില് നമ്മുടെ സ്വന്തം കോഴിക്കോടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോണേട്ടാ. ഈ വട്ടവട ആൻഡ് മൂന്നാർ സീരീസ് കഴിഞ്ഞു. ഞങ്ങളുടെ അമ്പലത്തിന്റെ അടുത്തെത്തി. ഒല്ലുക്കര അമ്പലത്തിന്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. ഒല്ലുക്കര അമ്പലത്തിന്റെ അടുത്തെത്തി. വീട്ടിലേക്ക് പോകണ വഴിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീടെത്തി. വളരെ സേഫായിട്ട് ഞങ്ങൾ എത്തി. അങ്ങനെ എന്റെ മൂന്നാർ വട്ടവട സീരീസ് ഇതോടുകൂടി അവസാനിച്ചു. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് സീരീസ് ആണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പൊ ഞാൻ എന്റെ വീടെത്തി. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.